നിങ്ങൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് ഒരു വലിയ മിസ്റ്റേക്കായിരുന്നു. അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം എന്തിനെക്കുറിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് മേക്കിംഗ്. എപ്പോഴും നിങ്ങൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് മിസ് കറക്റ്റായിട്ട് നോട്ട് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ കുഞ്ഞിലേ മുതലേ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് എന്താ ചെയ്യുക, ഒന്നുകിൽ ബോർഡിൽ എഴുതും, അത് നമ്മൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്യും, അല്ലെങ്കിൽ അവർ വായിച്ചു തരും, നമ്മൾ അത് തന്നെ കോപ്പി ചെയ്യും. നമ്മളിപ്പോഴും അതേ മിസ്റ്റേക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോട്ട് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ തരുന്ന അതേ കാര്യങ്ങൾ നോട്ടിലേക്ക് പകർത്തുന്നതോ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യങ്ങൾ നോട്ടിലേക്ക് പകർത്തുന്നതോ അല്ല. അത് പെർഫെക്റ്റ്ലി ടൈം വേസ്റ്റിംഗ് ആണ്. പകരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ക്ലാസ് കേട്ടു അല്ലെങ്കിൽ ടീച്ചർ ഒരു കാര്യം പറഞ്ഞു, അതിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കീ പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ടിലേക്ക് എഴുതാം. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ നോട്ടിലേക്ക് എഴുതുന്ന സമയത്ത് അതൊരു ഫ്ലോ ചാർട്ടായിട്ടോ മൈൻഡ് മാപ്പായിട്ടോ ടേബിളായിട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ത്രൂ ഔട്ട് അണ്ടർലൈൻ ചെയ്തിട്ടോ ഹൈലൈറ്റ് ചെയ്തോ പോവാതിരിക്കാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്ന് മനസ്സിലാവില്ല. പകരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഒരു ഫ്രണ്ടിനും ഷെയർ ചെയ്യുക.